നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ഒടുവില് ഗത്യന്തരമില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പറയണേ. അതെ, ഞാൻ നിധിയോടൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോ സുഭാഷിനും ദേഷ്യം വന്നേ. നീ എന്തെങ്കിലും ഒരിക്കലെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോടാ? വായെടുത്താ നീ കള്ളത്തരം മാത്രല്ലേ പറയാറുള്ളൂ. അത് പിന്നെ സുഭാഷ് ചേട്ടാ, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയണായിരുന്നു. അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിലൊരു കള്ളത്തരമായിരുന്നു ചേട്ടനൊരു ആർക്കിടെക്റ്റാന്നുള്ളത്. ആർക്കിടെക്റ്റാ? ഞാനാ? എടാ, ഞാൻ വെറും മേസ്ത്രിയാടാ. അത് നമുക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷെ അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നേ. എടാ, നീ എന്തൊക്കെയാടാ പറഞ്ഞിരിക്കുന്നേ? നിന്നെക്കുറിച്ച് കള്ളത്തരം പറഞ്ഞു പോരാഞ്ഞിട്ട് നീ എന്നെക്കുറിച്ചും കള്ളത്തരം പറഞ്ഞിരിക്കുന്നോ? നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെയൊക്കെ പറയാന്? അതും പറഞ്ഞ് സുഭാഷ് കുറെ ചീത്ത പറഞ്ഞു സുധീഷിനെ. സുധീഷ് പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലേ ഏട്ടാ, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എടാ, ഇതിപ്പം നീ പറഞ്ഞുകൊണ്ട് വന്നതിന് കാരണം എന്താ? അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? അതെ, വലിയ ആർക്കിടെക്റ്റാന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ സുഭാഷ് ചേട്ടന്. അപ്പൊ ചേട്ടനൊരു കാര്യം ചെയ്യണം. അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുക്കണം. ജോലിയാ? ഞാനാ? ഇതെന്താടാ, ഞാനെന്താ ജോലി വെച്ചോണ്ടിരിക്കണോ? എടാ, ഞാൻ വെറും മേസ്തിരി, നിനക്കറിയാലോ. അല്ല, ചേട്ടന് നല്ല എഞ്ചിനീയർമാരെയൊക്കെ പരിചയമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് അവരുടെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്ക. ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റിനോട് പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും ജോലി കിട്ടും. അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതല്ലേ. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കും. ദേ, മിണ്ടാതെ പോയിക്കോ. നീ കള്ളത്തരം പറയുന്നത് പോരാഞ്ഞിട്ട് ഇനി ഇതും കൂടെ ഞാൻ ചെയ്തു തരണം നിനക്ക് വേണ്ടിയിട്ടല്ലേ. എന്റെ വായിന്നൊന്നും കേൾക്കരുത്. ദേ സുഭാഷ് ചേട്ടാ, എനിക്ക് വേറെ നിവൃത്തിയില്ല. അവളോട് ഞാൻ പറഞ്ഞു പോയി, എന്റെ ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ എന്തേലും ചെയ്തു തരാന്ന്. പ്ലീസ് സുഭാഷ് ചേട്ടാ, എന്നെ കൈവിടലെന്നൊക്കെ പറയാം. ശരി, ഞാൻ നോക്കാം. അല്ല, ചേട്ടന് കുറെ എഞ്ചിനീയർമാരെ പരിചയമുള്ളതല്ലേ, കുറെ സൈറ്റിൽ ചേട്ടൻ പണിയുന്നല്ലേ. ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ. ഉറപ്പൊന്നും പറയില്ല എന്ന് പറയണ. ഒടുവിൽ സുധീഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷിന് ടെൻഷനായി. ഇവനിത് എന്ത് ഭാവിച്ചത്? അതോർത്തിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ സുഭാഷിനുണ്ടായിരുന്നു. ഇതേ സമയത്ത് നിധിയും നികേഷും കൂടെ സിം കാർഡ് എടുക്കാൻ പോയിട്ട് വീട്ടിലേക്ക് തിരികെ പോരുവാണ്. പോരുന്ന സമയത്ത് രണ്ടുപേരും വലിയ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വരുന്ന സമയത്ത് സൈഡിലൊരു ചെറിയ കട കണ്ടു. ഈ കട കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നല്ല പൊറോട്ട കിട്ടുമെന്ന് പറയണം. ആ, കൊള്ളാലോ. അതെ, എന്റെ കുഞ്ഞുനാളിലെ മുതൽ അങ്ങനെയാ. എനിക്ക് പൊറോട്ട സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. സുഭാഷ് ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് വരും. വിളിച്ചോണ്ട് വന്ന് എനിക്ക് പൊറോട്ട സാമ്പാറും ഒക്കെ മേടിച്ചു തരും. വയറ് നിറച്ച് മേടിച്ചോണ്ട് തരുമെന്ന് പറയണം. അത് കേട്ടപ്പോ നിധി പറഞ്ഞു, കൊള്ളാലോ സുഭാഷ് ചേട്ടൻ ആള്. പിന്നെ എന്റെ ചേട്ടനെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അല്ല, സുഭാഷ് ചേട്ടൻ ഇപ്പൊ എത്ര പ്രായമുണ്ട്? സുഭാഷ് ചേട്ടന് 32 വയസ്സുണ്ടെന്ന് പറയണം. 32 വയസ്സോ? അതെ, 32 വയസ്സുണ്ട് സുഭാഷ് ചേട്ടന്. എന്നെ കുഞ്ഞുനാളിൽ മുതൽ സുഭാഷ് ചേട്ടൻ നോക്കുന്നതല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിധി ചോദിച്ചു, അല്ല അപ്പൊ പിന്നെ സുധീഷിനോ? സുധീഷ് ചേട്ടന് 26 വയസ്സുണ്ട്. പിന്നെ ഹരീഷ് ചേട്ടന് 23 വയസ്സുണ്ടെന്ന് പറയണം. ഓരോരുത്തരുടെ പ്രായം കാര്യങ്ങളൊക്കെ പറയണം. അതെ, നീ ചേച്ചിക്ക് അറിയാവോ, എന്റെ കുഞ്ഞിലെ എനിക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ എനിക്കൊരു സൈക്കിൾ മേടിച്ചു തന്നു സുഭാഷ് ചേട്ടന്. എന്നോട് എപ്പോഴും പറയായിരുന്നു സൈക്കിളും കൊണ്ട് ദൂരേക്കൊന്നും പോവരുന്ന്. പക്ഷെ ഒരു ദിവസം ഞാൻ സൈക്കിളും എടുത്തോണ്ട് ഇറങ്ങിയതാ. എതിരൊരു വണ്ടി വരുന്ന കണ്ടപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഞാൻ ആ സൈക്കിളും കൊണ്ട് സൈഡിലേക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നിട്ട് താഴേക്ക് വീണു. താഴെ വീണ് കഴിഞ്ഞ് എൻ്റെ കയ്യിലും കാലിലും എല്ലാം കുറെ തൊലിയെല്ലാം പോയി. എന്റെ പൊന്നോ, അന്നത്തെ ആ പാട് ഇപ്പോഴും എൻ്റെ കാലിലൊക്കെ ഉണ്ട്. അന്നൊന്നും പറയണ്ട, എന്നെക്കാളും കൂടുതൽ കരഞ്ഞ സുഭാഷ് ചേട്ടനായിരുന്നു. എന്തൊരു ടെൻഷനായിരുന്നു അറിയാം സുഭാഷ് ചേട്ടന്. എന്തൊരു കരച്ചിലായിരുന്നു. അതൊന്ന് കാണേണ്ടതായിരുന്നു പറയണ. ഇത് കേട്ടതും നിധി ചിരിച്ചു. അപ്പോഴേക്കും സുകേഷ് പറഞ്ഞു, അന്നും അതെ ഇന്നും അതെ. സുഭാഷ് ചേട്ടന് ഞങ്ങള് അനുജന്മാരെന്ന് വെച്ച ജീവന. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോറല് പറ്റിയിട്ടുണ്ടെങ്കിൽ സുഭാഷ് ചേട്ടന് സഹിക്കില്ല പറയണ. അല്ല, എന്നിട്ട് എന്താ സുഭാഷ് ചേട്ടൻ കല്യാണം കഴിക്കാത്തെ എന്ന് നിധി ചോദിച്ചു. അത് പിന്നെ കുറെ പെണ്ണ് കണ്ടതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. കുറെ കണ്ടു, ഒടുവിൽ മടുത്തു. കാണാതിരുന്നിട്ടൊന്നുമല്ല, വീട്ടിൽ പെണ്ണില്ലാന്നും പറഞ്ഞേട്ടാ വീട്ടിലേക്ക് ആരും അയക്കാൻ തയ്യാറാകത്ത്. വീട്ടിൽ പെണ്ണില്ലാത്തോണ്ടോ? അതേന്നേ, ഞങ്ങള് 3-4 ആണുങ്ങൾ മാത്രല്ലേ വീട്ടിലുള്ളൂ. അങ്ങനെ ഒരു വീട്ടിലേക്ക് എങ്ങനെയാണ് ഒരു പെൺകുട്ടി അയക്കുന്നതെന്ന് പറഞ്ഞോട്ടെ. ഇനിയിപ്പൊ പേടിക്കണ്ട, നിധി ചേച്ചി ഉണ്ടല്ലോ. ചേച്ചി ഉള്ളോട് ധൈര്യവാ. ഇനിയിപ്പം സുഭാഷ് ചേട്ടൻ്റെ കല്യാണം വന്നാലും ഉറപ്പായിട്ടും അത് നടക്കും. അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഭാസ്കരൻ വന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് കഴിച്ചു. ഭാസ്കരൻ്റെ ഒരു സ്വഭാവമുണ്ട്, ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലോ എടുക്കുന്ന ആഹാരം ഒന്നും മൂടി വെക്കാറില്ല.
അതെല്ലാം പാത്രമെല്ലാം തുറന്നിടും. പിന്നെ അതെല്ലാം അവിടെയെല്ലാം ഒരുമാതിരി പ്ലേറ്റ് എല്ലാം കൂടെ നിരത്തിയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആഹാരം എടുത്ത് കഴിക്കുള്ളൂ. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പൊ കറിയുടെ പാത്രം എല്ലാം തുറന്നു വെച്ചിരിക്കുക. കറിപ്പാത്രത്തിന് അടപ്പൊന്നും അടച്ചിട്ടില്ല. അതുപോലെ തന്നെ ചോറും എല്ലാം അതുപോലെ തന്നെ നിരത്തിയിട്ടിട്ടാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് സുഭാഷ് ഇതിന്റെ പേരിൽ ഭാസ്കരനോട് വഴക്കുണ്ടാക്കാറുണ്ട്. അച്ഛനോട് എത്ര പറഞ്ഞാലും അച്ഛൻ അനുസരിക്കില്ല. ഇതൊക്കെ മൂടി വെക്കണ്ടേ, വല്ല പല്ലിയോ പാറ്റിയോ ഒക്കെ ഒന്ന് വീഴില്ലേ, വേറെ ഉള്ളവർ കൂടെ കഴിക്കേണ്ടല്ലേ എന്നൊക്കെ പറയും. എത്ര പറഞ്ഞാലും ഭാസ്കരൻ അത് അംഗീകരിക്കാനും പോവാറില്ല. പിന്നീട് നിധിയും നികേഷും കൂടെ അങ്ങോട്ട് വന്നു. അപ്പൊ നിധിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കുടിക്കാൻ നിർത്ത അടുക്കളയിലേക്ക് നേരെ ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് നോയി കഴിയുമ്പോഴത്തേനും വെള്ളം എടുക്കാൻ നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. എല്ലാം തുറന്നിട്ടേക്കുക, ചോറും കറികളും അല്ല. അപ്പോഴേക്കും നികേഷും കൂടെ അങ്ങോട്ട് വന്നു. നികേഷു കണ്ട ആ കാഴ്ച, പാത്രമൊക്കെ കഴിച്ചിട്ട് അവിടെ കൊണ്ടിട്ടിരിക്കുന്നു. നിറച്ചും വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. കഴിച്ചിരിക്കുന്നതിന്റെ എച്ചിൽ പോലും അവിടെ നിന്ന് വേസ്റ്റ് പാത്രത്തിൽ കൊട്ടിയിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. നിധി അങ്ങനെ പോയി നോക്കിയിട്ട് നിധി ഓർത്തതെല്ലാം മാറ്റാന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ചെയ്തോളാം ഇതൊക്കെ. എത്ര പറഞ്ഞാലും അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവില്ല. ചേച്ചി വേസ്റ്റിനകത്തൊന്നും കൈയിടണ്ട, കാരണം നിധിക്കൊന്നും പരിചയമില്ലാത്ത കാര്യമല്ലേ. നികേഷ് പറഞ്ഞു, ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കാം, ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കുക, എന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കാന്ന് പറയണം. അവര് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്കും കഴിക്കേണ്ടതാണല്ലോ. അങ്ങനെ പറയണം. ആ സമയത്ത് നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കോള് വിളിച്ചിട്ട് വരട്ടെ എന്ന് പറയണം. അപ്പം സിമ്മും ഫോണും ഒക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഫോണിനകത്തേക്ക് ആക്ടിവേറ്റ് ആയെന്നുള്ള. സിമ്മ് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിധിയുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ തന്റെ അച്ഛനെ വിളിക്കണമെന്നുള്ളായിരുന്നു. അപ്പം നമ്പരൊക്കെ ബൈഹാർട്ടാണല്ലോ അച്ഛന്റെ. അങ്ങനെ രാജീവിന്റെ ഫോണിലേക്ക് കോള് വിളിക്കുകയാണ്. രാജീവും കോൾ എടുത്തിട്ട് ചോദിച്ചു, ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഒരു നിമിഷം നിധി നിശബ്ദയായി. തന്റെ അച്ഛന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അച്ഛ, ഞാനാ നിധിയാന്ന് പറയണ. അങ്ങ് തലയ്ക്കല് ഒരു നിമിഷം നിശബ്ദയായി. നിധിയോ? ഏത് നിധി? അച്ഛ, ഞാൻ അച്ഛന്റെ മോളാ. ഏതച്ഛന്റെ മോള്? എനിക്കിങ്ങനൊരു മോളില്ല. എനിക്കൊരു മോളുണ്ടായിരുന്നു, അവള് മരിച്ചുപോയി. അത് കേട്ടപ്പോൾ നിധിക്ക് വിഷമായി. അച്ഛ, ഇതെന്റെ പുതിയ സിം കാർഡാ. അതിനകത്തുനിന്ന് സിം കിട്ടിയ ഉടനെ ആക്ടിവേറ്റ് ആയതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ എന്നെ വിളിച്ച് ശല്യം ചെയ്തേക്കരുത്. എനിക്കിങ്ങനെ ഒരു മോളില്ലാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്ക് സാന്ദ്ര ഹേമയൊക്കെ അങ്ങോട്ട് വന്നു. ആരാ രാജീവേട്ടാന്ന് ചോദിക്കണം. അവള് നിധിയാ വിളിച്ചെന്ന് പറയണേ. എന്നിട്ട് എന്താ അവള് പറഞ്ഞത്? എന്ത് പറയാനായിട്ട്, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു. രാജീവേട്ടനോട് ചോദിക്കാൻ വരുന്നോ അവളുടെ കാര്യങ്ങളൊക്കെ? അവളുടെ ജീവിതം എന്താ ഇങ്ങനെന്നൊക്കെ നമുക്കറിയില്ലല്ലോ. എന്തിനതൊക്കെ ചോദിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവള് പോയത് പോയി, ഇനി അവളെക്കുറിച്ച് ആരും ചിന്തിക്കണമെന്ന് പറയണ. എന്നാലും രാജീവേട്ട, അവള് നമ്മുടെ മോളല്ലേ. അവൾക്കൊരാപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് രാജീവേട്ട. എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹേമ കിടന്ന് കരയുവാണ്. സാന്ദ്ര പറഞ്ഞു, അതെ അച്ഛാ, പാവം നിധിക്കൊരു ആപത്ത് വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, അതവള് തോന്നിയ ദിവസം പോയതുകൊണ്ടല്ലേ. നമ്മൾ ആരെങ്കിലും അവളുടെ കയ്യെ പിടിച്ച് ഇറക്കി വിട്ടാണോ? അല്ലല്ലോ. അവൾക്ക് അവന് ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നിട്ടിപ്പം ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. ആ സമയം നിധി ഇരുന്ന് കരയുവാണ്. നിധി ഏങ്ങനെ അടിച്ച് കിടന്ന് കരയുക. നിധിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു രാജീവിന്റെ ആ വാക്കുകൾ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിന്റെ വീട്ടിലേക്ക് ബ്രോക്കർ വരുവാണ്. അപ്പൊ കുറെ ആലോചനകൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബ്രോക്കർ എടുത്തു, ഇത് തനിക്ക് വീട് മാറിപ്പോയോ? ഇന്ന് വരെ വന്നിട്ടൊരു പെണ്ണിനെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോഴേക്കും നികേഷും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ചേട്ടനോ? എന്താന്ന് ചോദിക്കണം. അതെ, നിന്റെ ചേട്ടനല്ലേ ഇവിടെ? ഇതാരാ ഈ പെണ്ണെന്ന് ചോദിക്കണം. ആഹാ, ഇത് കൊള്ളാം, ഇത് ഇവിടുത്തെ ആള് തന്നെയാന്ന് പറയണ. ഇവിടുത്തെ ആളോ? അതെ, എന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയണ. കല്യാണം കഴിഞ്ഞതോ? ആരുടെ? സുഭാഷിന്റെയോ? എന്നിട്ട് അവൻ ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ എന്ന് പറയണം. അപ്പോഴേക്കാണ് സുഭാഷ് പണി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നേ. ഇത് കേട്ട് ഇനിയിപ്പോ നികേഷ് പറഞ്ഞു, ഇത് സുഭാഷ് ചേട്ടന്റെ അല്ല, സുധീഷ് ചേട്ടന്റെ ആന്ന് പറയണ. അത് കൊള്ളാലോ, സുഭാഷ് നിൽക്കുമ്പോ സുധീഷ് കല്യാണം കഴിച്ചോ? അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ലോ എന്ന് പറയണ. എല്ലാം പെട്ടെന്നായിരുന്നു. സുധീഷ് ചേട്ടന്റെ കല്യാണം അങ്ങനെ അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചാന്ന് പറയണോ? ഓ അങ്ങനെ. എന്നാലും സുഭാഷ് നിൽക്കുന്ന സമയത്ത് ഇത്ര പെട്ടെന്ന് കെട്ടേണ്ടിരുന്നില്ല എന്നൊക്കെ പറയണ. ആ സമയം സുഭാഷ് പറഞ്ഞു, അതിനെന്താ പ്രശ്നം? ചേട്ടൻ നിൽക്കുവാന്ന് ഓർത്ത അനുജന് നല്ല ആലോചന വന്ന അനുജൻ കല്യാണം കഴിക്കില്ലേ? ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയം ബ്രോക്കർ പറഞ്ഞു, ഞാനൊരു നല്ല ആലോചനയായിട്ട് വന്നിരിക്കണേന്ന് പറയണ. ഇതേ സമയത്ത് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നേ. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബ്രോക്കർ പറഞ്ഞു, നീ ആള് കൊള്ളാലോടാ, ചേട്ടനെ കടത്തി വെട്ടിയില്ലോ. എന്നാലും ചേട്ടൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു നീക്കം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരായിരുന്നോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, അതെ, ബ്രോക്കറേണല്ലേ ആലോചന കൊണ്ടിരുന്നേ.
എത്ര ആലോചന കൊണ്ടുവന്നു, എന്നിട്ട് വല്ലതും നടന്നോ? ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. സുഭാഷ് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ ഇവിടെ പെണ്ണ് കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ചേട്ടൻ പോയിക്കോളാൻ പറയണ. അല്ല സുഭാഷ്, ഞാൻ ഇപ്പൊ വേണ്ടാന്ന് പറയണ. അങ്ങനെ അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെന്ത് പരിപാടി ചെയ്തേ? അയാളെ പറഞ്ഞു വിണ്ടായിരുന്നു, നല്ല ആലോചനയാണല്ലോ നോക്കായിരുന്നല്ലോ. ഇങ്ങനെ വരുന്ന ആലോചനയൊക്കെ പറഞ്ഞു വിട്ടാ എങ്ങനെ ശരിയാവുന്നേ? നികേഷ് പറഞ്ഞു, എന്തറിയാം, സുഭാഷ് ചേട്ടൻ എത്ര പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെന്നറിയോ? 13 പോയി കണ്ടാന്ന് പറയണ. 13? അതെ, 13 പെണ്ണ് കാണാൻ വേണ്ടി പോയതാ. ഒടുവില് പെണ്ണ് കണ്ടു മടുത്തെന്ന് പറയണ. ഈ 13 പെൺകുട്ടികൾക്കും സുഭാഷ് ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ലേ? സുഭാഷ് ചേട്ടനെ ഇഷ്ടപ്പെടും, സുഭാഷ് ചേട്ടൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷേ പെൺ വീട്ടുകാര് ചെക്കൻ വീട് കാണാൻ വരുമ്പോഴാ പ്രശ്നം എന്ന് പറയണ. ചെക്കൻ വീട് കാണാൻ വരുമ്പോഴോ? അതെന്താ അങ്ങനെ എന്ന് നിധി വെച്ചു. നിധിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലോ. അതൊന്നും പറയണ്ട. അവര് വന്നു കഴിയുമ്പോൾ അവർക്ക് പല പല ഡിമാൻഡുകളാ. ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞാല്, ഇവിടെ 3-4 ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള വീട്ടിലേക്ക് ഒരു പെങ്കൊച്ചിന് തന്നെയായിട്ട് എങ്ങനെ പറഞ്ഞു വിടുന്നതെന്ന്, അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ടപ്പോ ചെക്കനും പെണ്ണിനും ഒക്കെ ഇഷ്ടപ്പെട്ടാ. എന്നിട്ടെന്താ കല്യാണം നടക്കാത്തെ? അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അത് കേട്ടപ്പോ നിധി പറഞ്ഞു, പറ എന്ന് പറയണ. സുധീഷ് പറഞ്ഞു, ആ കഥ കേട്ടുണ്ട് ചിരിക്കൂന്ന് പറയണ. എന്നാ എനിക്കും അതൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് നികേഷ് ആ കഥ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി ചെന്ന് കഴിഞ്ഞപ്പോ ചായയും വടയൊക്കെ തരുമല്ലോ. അങ്ങനെ ചായയും വടയും തന്നു. പരിപ്പോടയാ തന്നത്. പരിപ്പോട കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിനെ ഇച്ചിരി കഴിച്ചു നോക്കിയിട്ട് ചോദിച്ചു, ഇതാരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. പെണ്ണിന്റെ അമ്മ പറഞ്ഞു, പെണ്ണാന്ന് പറഞ്ഞു. എന്നിട്ടെന്താ സുഭാഷ് ചേട്ടൻ പെണ്ണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെണ്ണോട് പറഞ്ഞു, അതെ വട ഇങ്ങനെയല്ല ഉണ്ടാക്കണ്ടേ, ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞു നേരെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പെണ്ണിന്റെ വീട്ടിൽ അടുക്കളയിലേക്കോ? അതേന്നേ, അവിടെ വടയുടെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് വടയുണ്ടാക്കി കാണിച്ചു കൊടുത്തു. കഴിച്ചു നോക്കാനും പറയണം. പെണ്ണിന് ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ സുഭാഷേന ആള്, എന്നിട്ടെന്താ കല്യാണം നടക്കാത്തെ? അത് പിന്നെ ഇവിടെ മൊത്തം ആണുങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ കല്യാണം നടക്കാതെ പോയെന്ന് പറയണ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നിധി ഒരു നിമിഷം ആലോചിച്ചു, എന്തായാലും ഇത് കുറച്ച് കഷ്ടം തന്നെയാ. നല്ല സ്വഭാവം, അത് മാത്രല്ല നല്ല ഒന്നാം തരം ഒരു ആർക്കിടെക്റ്റ്. എന്നിട്ടാണോ അത്? ആർക്കിടെക്റ്റോ? നികേഷ് അമ്പരന്ന് പോയി. നികേഷ് ഉള്ള സത്യാവസ്ഥ തുറന്നു പറയാൻ പറ്റുവാണ്, മേസ്ത്രിയാന്ന്. അപ്പോഴേക്ക് സുധീഷ് കയറി പതുക്കെ വായം കൂടി പൊത്തി, മിണ്ടരുതെന്ന് പറയണം. സുഭാഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ആ സമയം നിധി പറഞ്ഞു, എന്നാലും സുഭാഷേടൻ പേടിക്കണ്ട, സുഭാഷേടൻ നല്ല ആലോചനയൊക്കെ വരും. സുധീഷ് പറഞ്ഞു, അതെ, അധികം വൈകാതെ തന്നെ സുഭാഷേടന്റെ കല്യാണം നടത്തണം, അതിഗംഭീരമായിട്ട് നല്ലൊരു ആലോചന വരും എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.